നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം ഓഗസ്റ്റ് 12-13 തീയതികളിൽ മൂന്നാറിൽ നടത്തുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലങ്കര ജലാശയത്തിന് സമീപമുള്ള മലനിരകൾ ഉൾപ്പെടുന്ന പഞ്ചായത്തുകൾ ജാഗ്രത പുലർത്തണമെന്ന് ഗോഡ്സ് ഓൺ വാലി ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. പൈനാവ് ഗവൺമെന്റ് UP സ്കൂളിൽ ഇടുക്കി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത സെമിനാറും വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണവും നടന്നു. ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. NCC ദേശീയ തലത്തിൽ വർഷം തോറും സംഘടിപ്പിക്കുന്ന തൽ സൈനിക് ക്യാമ്പിലേക്കുള്ള കേരള ലക്ഷദ്വീപ് ടീമിനെ തിരഞ്ഞെടുക്കുവാനുള്ള സംസ്ഥാനതല ക്യാമ്പിന് തൊടുപുഴ ന്യൂമാൻ കോളേജ് വേദിയായി. ലൈഫ് കെയർ കമ്പനിയുടെ നേതൃത്വത്തിൽ ഡയബറ്റിക് റിവേഴ്സൽ ശാസ്ത്രീയ രീതിയെക്കുറിച്ച് ഓഗസ്റ്റ് 14 സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം ഓഗസ്റ്റ് 12-13 തീയതികളിൽ മൂന്നാറിൽ വെച്ച് നടത്തുമെന്ന് അധികൃതർ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. ഓഗസ്റ്റ് 12 ലക്ഷ്മി ക്ഷീര സഹകരണ സംഘം പരിസരത്ത് പതാക ഉയർത്തും. തുടർന്ന് ഡയറി എക്സ്പോ ഉദ്ഘാടനം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ നിർവഹിക്കും. ഓഗസ്റ്റ് 13 പൊതുസമ്മേളനം മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, MLA മാരായ MM മണി, വാഴൂർ സോമൻ, PJ ജോസഫ്, അഡ്വക്കേറ്റ് A. രാജ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ക്ഷീരവികസന വകുപ്പിന്റെയും ഇടുക്കി ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മൂന്നാർ ലക്ഷ്മി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് 12-13 തീയതികളിൽ ക്ഷീര കർഷക സംഗമം 2024-2025 സംഘടിപ്പിക്കുന്നു. 12 രാവിലെ 8 ലക്ഷ്മി ക്ഷീര സഹകരണ സംഘം പരിസരത്ത് പതാക ഉയർത്തും. തുടർന്ന് ഡയറി എക്സ്പോ ഉദ്ഘാടനം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ നിർവഹിക്കും. പിന്നീട് ക്ഷീരസംഘം പ്രതിനിധികൾക്കുള്ള ശില്പശാല. ഉച്ചകഴിഞ്ഞ് 3 ക്ഷീര കർഷകർ, കുട്ടികൾ, ക്ഷീരസംഘം ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി കലാകായിക മത്സരങ്ങളും നടത്തും. 13 പൊതുസമ്മേളനം രാവിലെ 11-15 ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. കൂടാതെ ക്ഷീരലയം പദ്ധതിയുടെയും മിൽക്ക് ATTMന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, MLA മാരായ MM മണി, വാഴൂർ സോമൻ, PJ ജോസഫ്, അഡ്വക്കേറ്റ് A. രാജ, ക്ഷീരവികസന വകുപ്പിലെയും മറ്റ് സാമൂഹ്യ സാംസ്കാരിക സഹകരണ മേഖലകളിലെയും പ്രമുഖർ, ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിക്കും. ക്ഷീരലയം പദ്ധതി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചാണ് ഈ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തത്. 3 പരിപാടികളാണ് ആഗസ്റ്റ് മാസം 12-13 തീയതികളിൽ നടത്തുന്ന ഈ ജില്ലാ ക്ഷീരസംഗമത്തോട് അനുബന്ധിച്ച് നടക്കുന്നത്. ആദ്യ ദിവസം നമ്മൾ 12-ാം തീയതി ക്ഷീര കർഷകർക്കും പ്രത്യേകിച്ച് ഭരണസമിതി അംഗങ്ങൾ, പ്രസിഡന്റുമാര്, ക്ഷീരസംഘം സെക്രട്ടറിമാർക്ക് എന്നിവർക്കുള്ള ശില്പശാല, അവർക്കുള്ള മത്സരങ്ങൾ എന്നിവയാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ അന്ന് രാവിലെ 8 മണിക്ക് നമ്മളുടെ മൂന്നാർ ലക്ഷ്മി ക്ഷീരസംഘത്തില് ഇതിന്റെ ഭാഗമായിട്ടുള്ള പതാക ഉയർത്തല് നടക്കും. അതിനുശേഷം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരിപാടിയിൽ നടക്കുന്ന ഡയറി എക്സ്പോ, വിവിധ ക്ഷീര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളുടെ ഒരു പ്രദർശന വിപണനശാല മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം ശ്രീമതി ദീപ രാജ്കുമാർ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടത്തും. അതിനുശേഷം നമ്മളുടെ ശില്പശാലയാണ് സംഘം പ്രതിനിധികൾക്കും സംഘത്തിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കും വേണ്ടിയുള്ള ശില്പശാല. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ഘാടനം നിർവഹിക്കുന്നത് മൂന്നാർ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിഷ ദിലീപ് അവറുകളാണ്. 2 സെമിനാറുകളാണ് നമ്മൾ പ്രധാനമായിട്ടും അവർക്ക് നടക്കുന്നത്. ഒന്ന്, ക്ഷീരസംഘം ജീവനക്കാരുടെ പെൻഷൻ വിതരണ പദ്ധതി വിശദീകരണം.
നമ്മളുടെ കേരള സ്റ്റേറ്റ് പെൻഷൻ ബോർഡിന്റെ മാനേജർ ശ്രീമതി മഞ്ജു അവരുടെ ക്ലാസ് നയിക്കും. പൊതുസമ്മേളനത്തിൽ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനിയെയും ക്ഷീരമേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെയും മറ്റും ആദരിക്കും. ജില്ലയിലെ 200ഓളം സംഘങ്ങളിൽ നിന്നും 1500ഓളം ക്ഷീര കർഷകർ സംഗമത്തിൽ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഐ ഗുരുസ്വാമി, ജനറൽ കൺവീനർ ഡോക്ടർ ഡോളസ് PE, ജോയിന്റ് കൺവീനർമാരായ ജിസ ജോസഫ്, അഞ്ജു കുര്യൻ, വിവിധ കമ്മിറ്റി ചെയർമാൻമാരായ സുധീഷ് MP, ജാസ്മിൻ CA, റോൺ റോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വയനാട് മുണ്ടകൈ ദുരന്തത്തിൽ അകപ്പെട്ട് കഴിയുന്ന സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകുന്ന കെയർ വയനാട് എന്ന പേരിൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ സഹായ പദ്ധതിയിലേക്ക് കോതമംഗലം വിശുദ്ധ മാർ തോമ ചെറിയപള്ളി ദുരിതാശ്വാസ സഹായധനം നൽകി. പരിശുദ്ധ യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി ദുരിതാശ്വാസ ഫണ്ട് ഏറ്റുവാങ്ങി. വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ, ട്രസ്റ്റി ബേബി ആഞ്ഞിലിവേലിൽ എന്നിവർ തുക കൈമാറി. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ട് കഴിയുന്ന സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകുന്ന കെയർ വയനാട് എന്ന പേരിൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ സഹായ പദ്ധതിയിലേക്ക് കോതമംഗലം വിശുദ്ധ മാർ തോമ ചെറിയപള്ളി ദുരിതാശ്വാസ സഹായധനം നൽകി. പരിശുദ്ധ യാക്കോബായ സഭയുടെ മലങ്കര മെത്രോപൊലീത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി ദുരിതാശ്വാസ ഫണ്ട് ഏറ്റുവാങ്ങി. വളരെ മാതൃകാപരമായ എല്ലാ കാര്യങ്ങളും സഭയെ കരുതിയും പ്രത്യേകിച്ച് ശേഷം ബാവായുടെ അനാരോഗ്യത്തിൽ ബാവായുടെ ശുശ്രൂഷ സംബന്ധിച്ചു, അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലും ആതുര സേവന രംഗത്തുമൊക്കെയുള്ള വലിയ മാതൃകയാണ് നമ്മുടെ കോതമംഗലം ചെറിയപള്ളി. മുന്നോട്ടുള്ള സഭയുടെ ഭാവി നിർണയവുമൊക്കെ ഈ പരിശുദ്ധ ദേവാലയത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ സഭയും പരിശുദ്ധ സഭയും ഈ ദേവാലയം തമ്മിലുള്ളതായ ബന്ധത്തിന് അത് വാക്കുകളിൽ പറഞ്ഞറിയിക്കുക സാധ്യമല്ല. പരിശുദ്ധ ബാവായുടെ ഖബറിൽ നിന്നും നമുക്ക് പകർന്നു കിട്ടുന്ന ആ ചൈതന്യവും ആ അനുഗ്രഹത്തിൻ്റെ പ്രവാഹവും ഈ പരിശുദ്ധ സഭയെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാൻ കൈമാറുന്ന സത്യവിശ്വാസത്തിൻ്റെ പൈതൃകത്തിൽ നിന്നും മറുപടി പോലും വ്യതിചലിക്കാതെ നമ്മുടെ സഭയും നമ്മുടെ ഇടവകകളും എല്ലാ അർത്ഥത്തിലും ഒരുമനപ്പെട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോകുവാൻ ഇതിൽ നമ്മൾ മറികടക്കും എന്നുള്ളതായ അതിജീവിക്കും എന്നുള്ളതായ ഉത്തമമായ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകും. വികാരി ജോസ് പരത്തുവയലിൽ, ട്രസ്റ്റി ബേബി ആഞ്ഞിലിവേലിൽ എന്നിവർ തുക കൈമാറി. വിശുദ്ധ കുർബാനാനന്തരം നടന്ന ചടങ്ങിൽ സഹവികാരിമാരായ ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ, ഫാദർ ബിജോ കാവാട്ട്, ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ, കൈക്കാരന്മാരായ സലീം ചെറിയാൻ മാലിയിൽ, എബി വർഗീസ് ചേലാട്ട് കളപ്പുര, PI ബേബി പാറേക്കര, ഡോക്ടർ റോയി M ജോർജ് മാലിയിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ സാബു മാത്യു കൈപ്പിള്ളിൽ, കുര്യാക്കോസ് വർഗീസ് പുല്ലാന്തിക്കാടൻ, ഡോക്ടർ ബാലു ചാക്കോ കൊച്ചാട്ട്, KK വർക്കി കൊല്ലം മാവുടി, റെനി വർഗീസ് പഴുക്കാളിൽ, ജയിൽ K പോൾ കട്ടങ്ങനാൽ, ഷാജി KO കാരക്കാട്ട് പറമ്പിൽ, CK ബാബു ചെറുപുറം, AV എൽദോ ആനച്ചിറ, ഷിജു പഴുക്കാളിൽ, വിൻസെന്റ് പൈലി പാറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലങ്കര ജലാശയത്തിന്റെ സമീപമുള്ള മലനിരകൾ ഉൾപ്പെടുന്ന പഞ്ചായത്തുകൾ ജാഗ്രത പുലർത്തണമെന്ന് ഗോഡ്സ് ഓൺ വാലി ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. കൊടയത്തൂർ പഞ്ചായത്ത് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതാണെന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ റിപ്പോർട്ട് നേരത്തെ ഉള്ളതാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ISRO റിപ്പോർട്ടിലും കൊടയത്തൂർ പഞ്ചായത്തിനൊപ്പം അറക്കുളം പഞ്ചായത്തും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലങ്കര ജലാശയത്തിന്റെ സമീപമുള്ള മലനിരകൾ ഉൾപ്പെടുന്ന പഞ്ചായത്തുകൾ ജാഗ്രത പുലർത്തണമെന്ന് ഗോഡ്സ് ഓൺ വാലി ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. കുടയത്തൂർ പഞ്ചായത്ത് മണ്ണിടിച്ചിലിന് സാധ്യത ഉള്ളതാണെന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ റിപ്പോർട്ട് നേരത്തെ ഉള്ളതാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ISRO റിപ്പോർട്ടിലും കുടയത്തൂർ പഞ്ചായത്തിനൊപ്പം അറക്കുളം പഞ്ചായത്തും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളണം. ഈ മേഖലയിലെ ഖനന പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തലാക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യണം. തോടുകളിലെയും ഇടത്തൊണ്ടുകളുടെയും നീർച്ചാലുകളുടെയും കയ്യേറ്റങ്ങൾ ഒഴിവാക്കി മലനിരകളിൽ നിന്നുള്ള നീരൊഴുക്ക് സുഗമമാക്കണം. ചെരിഞ്ഞ പ്രദേശങ്ങളിൽ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയും പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടികൾ കൈക്കൊണ്ടില്ല എങ്കിൽ കുടയത്തൂരിലെ മാളിയേക്കൽ കോളനിയിൽ ഉണ്ടായ ദുരന്തങ്ങൾ ആവർത്തിക്കാൻ ഇടയുണ്ടാകുമെന്ന് ഗോഡ്സ് ഓൺ വാലി ഭാരവാഹികൾ പ്രസ്താവനയിൽ അറിയിച്ചു. ഗോഡ്സ് ഓൺ വാലി ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പ്രസിഡന്റ് തോമസ് മൈലാടൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശശി B മറ്റം, ബിജു രാഘവൻ, ജോസ് ഇടക്കര എന്നിവർ പ്രസംഗിച്ചു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിന് ICT ഉപകരണങ്ങൾ വിതരണം ചെയ്തു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വിനിയോഗിച്ച് വാങ്ങിയ ലാപ്ടോപ്പുകൾ, പ്രിന്റർ, പ്രൊജക്ടറുകൾ എന്നിവയുടെ വിതരണോദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു അത്തിക്കൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് ഷിജ മാത്യു, PTA പ്രസിഡന്റ് ഷിജു ജോസഫ്, MPTA പ്രസിഡന്റ് ദീപ ഫ്രാൻസിസ്, സ്കൂൾ ലീഡർ ആൽഡസ് ബിജു, കവിതാ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഇവിടെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാനിപ്പോഴും പല ഇതുപോലുള്ള യോഗങ്ങളിൽ പറയാറുണ്ട്. ഞാൻ പഠിച്ചത് കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിലും കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും MA കോളേജിലുമാണ്. ഞങ്ങളെ ആദ്യം വന്ന് കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോകുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഏതാണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സെന്റ് ജോർജ് സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോകുമ്പോഴും നമുക്കത് കൈകാര്യം ചെയ്യുന്നതിന് അറിവൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രമായി ഇത് കൈകാര്യം ചെയ്യാൻ അധ്യാപകർ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ എന്നാൽ കമ്പ്യൂട്ടർ ലാബ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ കമ്പ്യൂട്ടർ ലാബുകളോ അല്ലെങ്കിൽ അത്യാധുനിക കമ്പ്യൂട്ടറുകളോ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ പരിമിതമായ സാഹചര്യത്തിലൂടെ പഠിച്ചു വന്ന ഞങ്ങളെപ്പോലുള്ളവർ, പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾ, ഇതിപ്പോൾ നമുക്കറിയാം പ്രീ സ്കൂൾ തലം മുതൽ ICT സംവിധാനത്തിന്റെ പിന്തുണയിലാണ് നാം പഠിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് കൈറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങളെല്ലാം ഹൈടെക് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠ്യ വിഷയമാക്കിക്കൊണ്ട് തന്നെ ഈ വർഷം നമുക്കറിയാം പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള അതിന്റെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുകയാണ്. അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും നല്ല അനുകൂലമായ ഒരു സാഹചര്യം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് നിങ്ങളത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നന്നായി പഠിക്കുക എന്നുള്ളത് പ്രധാനമായ കാര്യമാണ്. അതിന് വേണ്ടതായ സൗകര്യങ്ങൾ ഒരുക്കി തരിക എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ MLA നേരത്തെ തന്നെ നമ്മുടെ സ്കൂളിന് വേണ്ടി 9 കിച്ചൺ ബ്ലോക്കുകൾ തന്നിരുന്നു. പൈനാവ് ഗവൺമെന്റ് UP സ്കൂളിൽ ഇടുക്കി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത സെമിനാറും വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണവും നടന്നു. ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം ദാനശീലരാകുവാനും വിദ്യാർത്ഥികൾ ശീലിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. പൈനാവ് ഗവൺമെന്റ് UP സ്കൂളിലാണ് ഇടുക്കി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സെമിനാറും വയനാട് ദുരിതബാധിതർക്കുള്ള ഫണ്ട് ശേഖരണവും നടന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് അഭിലാഷ് A. അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഇവരോട് പറയാൻ പറ്റത്തില്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, എപ്പോഴും എല്ലാവരോടും സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ നോളജ് ഉണ്ടല്ലേ, പഠിക്കുന്ന നമുക്ക് കിച്ചുന്ന അറിവുണ്ടല്ലേ, ഈ അറിവും സ്നേഹം മാത്രം മറ്റൊരാൾക്ക് കൊടുത്താൽ കുറവാകുന്നു. നമ്മുടെ 10 ഡ്രസ് ഉണ്ട്, ഒരു ഡ്രസ്സ് മറ്റൊരാൾക്ക് കൊടുത്താൽ നമ്മുടെ 9 ഡ്രസ് അല്ലേ കാണും. പക്ഷെ സ്നേഹവും നോളജും മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഒത്തിരി കൂടും. നമുക്കും നോളജ് കൂടും, സ്നേഹവും കൂടും. എപ്പോഴും എല്ലാവരോടും നമ്മൾ സ്നേഹത്തോട് സംസാരിക്കണം. കാർഷിക മേഖലയിലും കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനൊപ്പം വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് സ്കൂൾ അങ്കണത്തിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നതിന്റെ ഭാഗമായി പച്ചക്കറി തൈനടിയിൽ ഉദ്ഘാടനവും ജില്ലാ കളക്ടർ നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡിറ്റാജ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. വിമുക്തി നോഡൽ ഓഫീസർ സാബുമോൻ MC ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. സ്കൂൾ HM ശ്രീകല VT സ്വാഗതവും ഷോബി ജേക്കബ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ആശംസകൾ അറിയിച്ച് VS സുനിൽകുമാർ, ലിൻഡു സാജൻ, ഷാവോസ് S എന്നിവർ സംസാരിച്ചു. നിരവധി രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. NCC ദേശീയ തലത്തിൽ വർഷം തോറും സംഘടിപ്പിക്കുന്ന തൽ സൈനിക് ക്യാമ്പിലേക്കുള്ള കേരള ലക്ഷദ്വീപ് ടീമിനെ തിരഞ്ഞെടുക്കുവാനുള്ള സംസ്ഥാനതല ക്യാമ്പിന് തൊടുപുഴ ന്യൂമാൻ കോളേജ് വേദിയായി. NCC കോട്ടയം ഗ്രൂപ്പിന് കീഴിൽ 18 കേരള ബറ്റാലിയനാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ്, ന്യൂമാൻ കോളേജ് അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രാഹിം, ലഫ്റ്റനന്റ് ബേസിൽ തമ്പി, റാഗിസൺ രാജ് എന്നിവർ പ്രസംഗിച്ചു. NCC ദേശീയ തലത്തിൽ വർഷം തോറും സംഘടിപ്പിക്കുന്ന തൽ സൈനിക് ക്യാമ്പിലേക്കുള്ള കേരള ലക്ഷദ്വീപ് ടീമിനെ തിരഞ്ഞെടുക്കുവാനുള്ള സംസ്ഥാനതല ക്യാമ്പിന് തൊടുപുഴ ന്യൂമാൻ കോളേജ് വേദിയായി. NCC കോട്ടയം ഗ്രൂപ്പിന് കീഴിൽ 18 കേരള ബറ്റാലിയനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. NCC ആർമിയുടെ ഏറ്റവും പ്രമുഖമായ ക്യാമ്പായ TSC ക്യാമ്പിൽ മാപ്പ് റീഡിംഗ്, ഫയറിംഗ്,
ഒബ്സ്റ്റക്കിൾ കോഴ്സ് കോമ്പറ്റീഷൻ, ഫീൽഡ് സിഗ്നൽ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നിങ്ങനെ വിവിധ സൈനിക വിഷയങ്ങളിലുള്ള ബൗദ്ധിക കായിക മികവുകളാണ് മാറ്റുരയ്ക്കപ്പെടുന്നത്. 15 ലക്ഷത്തോളം അംഗബലമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യുവജന സംഘടനയായ NCCയിൽ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിലെ 1 ലക്ഷത്തോളം കേഡറ്റുകളിൽ നിന്ന് 100 പേരാണ് കേരള ടീമിനെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. കോട്ടയം ഗ്രൂപ്പിന് കീഴിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൽസേന ക്യാമ്പിന്റെ സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് പ്രക്രിയ സംഘടിപ്പിക്കപ്പെടുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ നിർവഹിച്ചു. If we as a directorate we have to achieve the Republic Day banner, this will be the first step. I know what is the shooting standards which we have got, where we start. Until unless we don't track SD and SWPSC, we will not be there in the first 3 of Republic Day camp. So you are the pioneer footsteps, benchmark creators who are going to go in 94. So think about it. Don't think about the other things that this is a problem, that is a problem. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, ന്യൂമാൻ കോളേജ് അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീസ് ശ്രീ മാത്യു, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം, ലഫ്റ്റനന്റ് ബേസിൽ തമ്പി, റാഗിസൺ രാജ് എന്നിവർ സംസാരിച്ചു. NCC കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ GVS റെഡ്ഡി ക്യാമ്പ് സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകി. ക്യാമ്പിലെ വിവിധ മത്സര ഇനങ്ങൾക്കും കർമ്മ പരിപാടികൾക്കും കേണൽ മായങ്ക് ഹരെ, കേണൽ ദിനേശ് MP, സുബൈദാർ മേജർ സുഖ്ജിത് സിംഗ്, ഹവിൽദാർമാരായ റിജീഷ് B, പ്രവീൺ RM, ഹെയ്ദൻ ലോ, പാപ്പറാവു, വർഗീസ് M, ഹോമി V, ഗേൾ കേഡറ്റ് ഇൻസ്ട്രക്ടർമാരായ ആൽബി മാത്യു, ശോഭന സജീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വ്യാപാര ദിനം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് TC രാജു തരണയിൽ പതാക ഉയർത്തി. രക്ഷാധികാരി TN പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴയിലെ ഒരു അനാഥാലയത്തിൽ ഉച്ചഭക്ഷണവും നൽകി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വ്യാപാര ദിനം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് രാജു തരണിയിൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ ചെറുകിട വ്യാപാര മേഖല വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഇ-കൊമേഴ്സ് കമ്പനികളുടെ കടന്നുവരവ്, GSTയിലെ അപാകത, മാലിന്യ സംസ്കരണം തുടങ്ങിയവ ചെറുകിട വ്യാപാരികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഏതാണ്ട് 50 ലക്ഷം തൊഴിലാളികൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട്. ഈ സ്ഥിതി തുടർന്നാൽ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ കച്ചവടം നിർത്തുന്ന സാഹചര്യത്തിൽ എത്തുമെന്നും ഇത് പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും പ്രസിഡന്റ് രാജു തരണിയിൽ പറഞ്ഞു. ആഗസ്റ്റ് 9 വ്യാപാരികളെ സംബന്ധിച്ച് ഒരു ദേശീയ ദിനമായി നമ്മൾ ആദരിക്കുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ വ്യാപാരത്തിന് വളരെയധികം പ്രത്യേകതകൾ കൂടിയുണ്ട്. കാരണം ഓൺലൈൻ ഷോപ്പിംഗ്, വ്യാപാര മേഖല പല കാരണങ്ങൾ കൊണ്ടും വ്യാപാര മേഖല വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലത്തിൽ നമ്മളെ ഈ വ്യാപാര ദിനം എന്തുകൊണ്ടും വളരെയധികം പ്രസക്തിയുണ്ട്. അതുകൊണ്ട് വ്യാപാര ദിനത്തിൽ എല്ലാ വ്യാപാരികളും ഒത്തുകൂടുകയും വ്യാപാരികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണിത്. അതിന് എല്ലാവരെയും എത്തിച്ചേർന്നിട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. രക്ഷാധികാരി TN പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ R രമേശ്, ബ്ലോക്ക് പ്രസിഡന്റ് NB ചാക്കോ, ജോസ് വഴുതനപ്പിള്ളി, സാലി S മുഹമ്മദ്, അനിൽകുമാർ PK, ഷെരീഫ് സർഗം, നാസർ സൈര, ഷിയാസ് ലിജോൺസ്, ശിവദാസ്, ജോസ് കളരിക്കൽ എന്നിവർ വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങളും അവതരിപ്പിച്ചു. നവാസ് CK നന്ദി പറഞ്ഞു. അതിനുശേഷം തൊടുപുഴയിലെ ഒരു അനാഥാലയത്തിൽ ഉച്ചഭക്ഷണവും നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലൈഫ് കെയർ കമ്പനിയുടെ നേതൃത്വത്തിൽ ഡയബറ്റിക് റിവേഴ്സൽ ശാസ്ത്രീയ രീതിയെക്കുറിച്ച് ഓഗസ്റ്റ് 14 സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മരുന്നുകളും ഇൻസുലിനും ഇല്ലാതെ നിയന്ത്രിതമായ അളവിൽ മധുരങ്ങൾ ഉൾപ്പെടെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ സഹായിക്കുന്ന ചികിത്സാ രീതിയാണ് ഡയബറ്റിക് റിവേഴ്സൽ. വളരെ ചിലവ് കുറഞ്ഞ രീതി കൂടിയാണ് ഇതെന്നും ഈ സംവിധാനം ഫലപ്രദമാകാത്ത രോഗികൾക്ക് പണം തിരിച്ചു നൽകുമെന്നും അവർ വ്യക്തമാക്കി. ലോകത്തിലെ 15ലധികം രാജ്യങ്ങളിൽ ഡയബറ്റിക് റിവേഴ്സൽ എന്ന ശാസ്ത്രീയ രീതി പ്രചരിപ്പിക്കുന്ന ലൈഫ് കെയർ കമ്പനി ഇപ്പോൾ ഇന്ത്യയിലും സേവനങ്ങൾ ലഭ്യമാക്കി തുടങ്ങി. നിലവിൽ കേരളത്തിൽ 1 ലക്ഷത്തോളം പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന ഈ സംവിധാനം തൊടുപുഴയിലും പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് 14 വൈകിട്ട് 3 സെമിനാർ നടത്തുന്നത്. ടൈപ്പ് 2 പ്രമേഹ രോഗികളുടെ രക്തപരിശോധനാ ഫലങ്ങളെ
20ഓളം വിദഗ്ധ ഡോക്ടർമാരുടെ പാനൽ വിശദമായി പരിശോധിച്ച് പ്രമേഹത്തിന് കാരണമായ 100-ലധികം കാര്യങ്ങൾ സമഗ്രമായി അപഗ്രഥിച്ച് പ്രമേഹത്തിൽ നിന്ന് മോചനത്തിനായുള്ള വ്യക്തിഗതമായ പദ്ധതി ആസൂത്രണം ചെയ്ത് രോഗിയെ കൃത്യമായ ഫോളോപ്പിലൂടെ ഉറപ്പായ രോഗവിമുക്തിയിലേക്ക് എത്തിക്കുന്നു. വളരെ ചിലവ് കുറഞ്ഞതും ഉറപ്പുള്ളതുമായ ഈ രീതിയിലൂടെ മരുന്നുകളും ഇൻസുലിനും ഇല്ലാതെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും കഴിയും. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം ഫലപ്രദമാകാത്ത രോഗികൾക്ക് പണം തിരിച്ചു നൽകുന്ന ഗ്യാരണ്ടിയും കമ്പനി ഉറപ്പു നൽകുന്നു. ഈ പരിപാടിയുടെ സവിശേഷത ഫസ്റ്റ് ദിവസം തന്നെ കർഷകശ്രീ മാസികയുമായി ചേർന്നുകൊണ്ടുള്ള അടുക്കളത്തോട്ട നിർമ്മാണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പരിശീലനം ഉണ്ടായിരിക്കും. ആ പരിശീലനത്തിൽ ഒരു വീട്ടിൽ ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ആ പരിപാടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല വിത്തുകൾ, ഏത് കൃഷിയെ സംബന്ധിച്ചിടത്തോളം വിത്തുകൾ നല്ല വിത്തുകൾ കിട്ടിയാൽ അത് നല്ലതായിട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അപ്പോൾ 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ പോലെ നല്ല വിത്തുകൾ നമ്മൾ കൊടുക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള ജൈവ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വളങ്ങളും മറ്റ് ജൈവ കീടനാശിനികളും അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകൾ, കാരണം 300ഓളം തരത്തിലുള്ള സ്വദേശിയും വിദേശിയുമായിട്ടുള്ള ഫലവൃക്ഷ തൈകൾ, ഔഷധ തൈകൾ, അതുപോലെ പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി ചെടികൾ, അങ്ങനെയുള്ള വിവിധമായ സംഗതികളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബശ്രീ, അതുപോലെ പ്രാദേശിക സംരംഭകർ അവർ ഉത്പാദിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇതിനോടനുബന്ധിച്ച് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിയന്ത്രിതമായ അളവിൽ മധുരങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്ഷണം കഴിക്കുവാനും പ്രമേഹം മൂലമുള്ള കിഡ്നിയിലെ പ്രോട്ടീൻ ലീക്ക് ഉള്ളവർക്ക് കിഡ്നി അസുഖം മൂർച്ഛിച്ച് ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകാതെ പരിഹാരം കാണാനും ഈ ചികിത്സാ രീതിയിലൂടെ സാധിക്കുന്നു എന്നും സംഘാടകർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പൊതുമരാമത്ത് വകുപ്പ് റോഡ് നാട്ടുകാർക്കും യാത്രക്കാർക്കും അപകടക്കിണിയാവുന്നു. പ്രളയ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പൈനാവ് അശോക കവല ബൈപ്പാസ് റോഡാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതിനാൽ വീടിനും വാഹനങ്ങൾക്കും ഉൾപ്പെടെ അപകട ഭീഷണി ഉയർത്തുന്നത്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ കൊക്കരക്കുളം ഭാഗത്താണ് അപകടാവസ്ഥയിലുള്ള റോഡ് നിലകൊള്ളുന്നത്. 2018 പ്രളയത്തിൽ ഇടുക്കി ജില്ലാ ആസ്ഥാനം വൻ തകർച്ചയാണ് നേരിട്ടത്. വീടുകളും നിരവധി ജീവനുകളും റോഡുകളും എല്ലാം നഷ്ടമായിരുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ കുതകുന്ന തരത്തിലാണ് പൈനാവിൽ നിന്നും തടിയമ്പാട് അശോക കവലയിലേക്ക് സമാന്തര പാത നിർമ്മിച്ചത്. 21 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് ടാറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും ചെയ്തു. പൂർണ്ണമായും വാഴത്തോപ്പ് പഞ്ചായത്തിലൂടെ മാത്രം കടന്നുപോകുന്ന റോഡാണിത്. പഞ്ചായത്തിന്റെ ടൂറിസം വികസനത്തിനും ആക്കം കൂട്ടിയ റോഡിൽ വാഹനത്തിരക്കും പതിവാണ്. എന്നാൽ റോഡ് നിർമ്മാണ ഘട്ടത്തിൽ പലയിടത്തും വശങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് പതിവായിരുന്നു. റോഡിന്റെ കൊക്കരക്കുളം ഭാഗത്ത് കാരക്കുന്ന് റോബിന്റെ വീടിനോട് ചേർന്ന് റോഡ് വക്ക് പല പ്രാവശ്യം ഇടിഞ്ഞു വീണു. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇക്കാര്യം കരാറുകാരെയും പഞ്ചായത്ത് അധികാരികളെയും ബോധ്യപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ല. പ്രളയത്തിന്റെ സമയത്ത് ഇടിഞ്ഞാണ് അവരന്നേരം ഈ വഴിപണി നടക്കുന്നുണ്ട്. അവരോട് ഞങ്ങൾ കാല് പിടിച്ചു പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു അത് ഫണ്ട് പുതിയത് വന്നം എന്നാണ് പറയുന്നത്. നിലവിൽ ഈ ഫണ്ടിന്റെ കൂടെ ചെയ്യേണ്ട പണി അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഇടിയുണ്ട്, ഇത് കണ്ടാൽ ഇപ്പോൾ ഈ കൊല്ലം ഇടിഞ്ഞ് അടിയത്, ഓരോ വർഷം ഇടിഞ്ഞ് അടി. ഈ പോസ്റ്റ് എപ്പോൾ ആണെങ്കിലും ഇടി, അതിൻ്റെ അടി ഇടിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് ഇവിടെ ഒരു ബാരിക്കാട് പോലും അവർ കെട്ടിയിട്ടില്ല. ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് കഴിഞ്ഞ കൊല്ലം ദേ മാണ്ടിയാലേക്ക് നേരെ തിരിഞ്ഞാണ് പിള്ളേർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാ. അവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമില്ല. പുതിയ ഫണ്ടാവട്ടെ അതാണ് ഇതാണെന്നാണ് അവർ പറയുന്നത്. തുടർന്നും തിട്ടിയിടിഞ്ഞ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ അപകടം മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച് കടമ പൂർത്തീകരിച്ചു. എന്നാൽ ഇത് ഏറെ അപകടകരമായിരിക്കുകയാണ്. റോഡ് വക്കിലെ വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ ഏത് നിമിഷവും വീടിന് മുകളിലേക്ക് പതിക്കുന്ന അവസ്ഥയിലാണ്. സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ വാഹനങ്ങളും അപകടത്തിൽപ്പെട്ട് വീട്ടിലേക്ക് പതിക്കും. അടിയന്തരമായി മണ്ണിടിച്ചിൽ തടയുന്നതിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷ ഒരുക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഓഗസ്റ്റ് 9 ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് ചെറുതോണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴികണ്ടം നേതൃത്വം നൽകി.
ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചു മുന്നേറാം, നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ദേശീയ വ്യാപാര ദിനത്തിൽ പതാക ദിനം ആചരിച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയാണ് ചെറുതോണി വ്യാപാര സമൂഹം പതാക ദിനം ആചരിച്ചത്. ചെറുതോണി വ്യാപാര ഭവന് മുൻപിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴിക്കണ്ടം പതാക ഉയർത്തി. ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചു മുന്നേറാം, നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് വ്യാപാര സമൂഹം ഈ വ്യാപാര ദിനത്തിൽ ഈ സമൂഹത്തോടൊപ്പം നിൽക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ചു പോരാടാനും ഒന്നിച്ചു വിജയിക്കാനും ഈ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാനും ഒന്നിച്ചു നിൽക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ദിനം ആചരിക്കപ്പെടുന്നത്. തീർച്ചയായും വ്യാപാര സമൂഹം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി നൽകപ്പെടുന്നതും സമൂഹത്തിൽ ഏറ്റവും അധികം ആളുകളെ സഹായിക്കാൻ കഴിയുന്നതും ഏറ്റവും കൂടുതൽ സേവന മേഖലയിലെ പ്രതിബദ്ധതയിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പതാക ദിനത്തിന് ആശംസ അറിയിച്ച് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബാബു ജോസഫ്, ഡോക്ടർ PC രവീന്ദ്രനാഥ്, കുരിയാച്ചൻ അനശ്വര, ഔസേപ്പച്ചൻ എടക്കുളത്തിൽ, S പ്രേംകുമാർ, NJ വർഗീസ്, റെജി ജോൺ എന്നിവർ സംസാരിച്ചു. നിരവധി യൂണിറ്റ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പഠന സൗകര്യം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി പൈനാവ് IHRD പോളിടെക്നിക് കോളേജ്. അപേക്ഷ സമർപ്പിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാത്തവർക്കും നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. 6 സെമസ്റ്ററുകളിലായി 3 വർഷ ഡിപ്ലോമ കോഴ്സുകൾക്കാണ് അവസരമെന്ന് പ്രിൻസിപ്പൽ ലിൻസിസ് കറിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1997 മുതൽ പ്രവർത്തനം ആരംഭിച്ച ഇടുക്കി പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജ് ജില്ലയിലെ പ്രധാന ഉപരിപഠന കേന്ദ്രമാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നീ 5 ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെയുള്ളത്. ഈ കോഴ്സുകളിൽ അപേക്ഷകൾ സമർപ്പിച്ചിട്ടും പ്രവേശനം ലഭിക്കാത്തവർക്കും നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്കും അഡ്മിഷന് അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. പുതിയ കരിക്കുലം പ്രകാരം 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡോടുകൂടി ഇന്റേൺഷിപ്പും +2 സയൻസ്, VHC, ITI പാസ്സായവർക്ക് 2ാം വർഷത്തിലേക്ക് പ്രവേശനവും ലഭ്യമാണ്. കൂടാതെ SC, ST, OBC, OEC വിഭാഗത്തിലുള്ളവർക്ക് ഫീസ് ഇളവും മറ്റ് അർഹമായ സ്കോളർഷിപ്പും ലഭ്യമാണെന്ന് കോളേജ് പ്രിൻസിപ്പൽ ലിൻസിസ് കറിയ പറഞ്ഞു. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ 1997 മുതൽ ഇടുക്കി ജില്ലയിലെ പൈനാവിൽ മോഡൽ പോളിടെക്നിക് കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബയോമെഡിക്കൽ, മെക്കാനിക്കൽ, സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നീ 5 എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെ നടക്കുന്നത്. മേൽപ്പറഞ്ഞ ഡിപ്ലോമ കോഴ്സുകളിലെ അഡ്മിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അവസരം ലഭ്യമാണ്. മോഡൽ പോളിടെക്നിക് കോളേജ് പൈനാവിൽ നേരിട്ട് വന്ന് ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. കോഴ്സിൻ്റെ അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് ആണ്. +2 സയൻസ്, VHSC, ITI എന്നീ കോഴ്സുകൾ പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് 2ാം വർഷത്തിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഈ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ബിടെക് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. മുൻ വർഷങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയായ എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ജോലി ലഭിച്ചിട്ടുണ്ട്. പുതിയ കരിക്കുലം അനുസരിച്ച് 6ാം സെമസ്റ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടുകൂടി ഇന്റേൺഷിപ്പ് ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ തല കലോത്സവം നടന്നു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ സജി മാത്യു അധ്യക്ഷത വഹിച്ചു. സീനിയർ അധ്യാപകൻ മാത്യു വർഗീസ് സ്വാഗതവും സംഗീത കലാധ്യാപകൻ സാബു ജോസ് നന്ദിയും പറഞ്ഞു. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ തല കലോത്സവം സർഗം 2024 നടന്നു. നൃത്തം, സംഗീതം, നാടകം, പ്രസംഗം എന്നീ വിവിധ വിഭാഗങ്ങളിലായി 30ഓളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടത്തിയത്. 4 വേദികളിലായി നടന്ന കലോത്സവത്തിൽ ഹൈസ്കൂൾ, UP വിഭാഗങ്ങളിലായി 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കഴിഞ്ഞ 2 വർഷങ്ങളിലെയും തൊടുപുഴ ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ നേടിയ കരിമണ്ണൂർ സ്കൂൾ ഈ വർഷവും ഓവറോൾ നേടി ഹാട്രിക് വിജയം കരസ്ഥമാക്കാനുള്ള ആദ്യ പടിയായാണ് കലോത്സവം സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ കഴിവുകളെ തേച്ച് മിനുക്കിയെടുക്കാനുമുള്ള ഒരു സന്ദർഭമായി ഈ സ്കൂൾ യുവജനോത്സവ ദിനത്തെ കാണുക. അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും
നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന മാതാപിതാക്കന്മാർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഹെഡ്മാസ്റ്റർ സജി മാത്യു അധ്യക്ഷനായ ചടങ്ങിന് സീനിയർ അധ്യാപകൻ മാത്യു വർഗീസ് സ്വാഗതവും സംഗീതം കലാധ്യാപകൻ സാബു ജോസ് നന്ദിയും പറഞ്ഞു. അധ്യാപകരായ രസികപ്രിയ എസ് നാഥൻ, അൽഫോൺസ വർക്കി എന്നിവർ ആശംസകൾ പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി ജീസ് എം അലക്സ്, സീനിയർ ടീച്ചർ മിനി എ ജോൺ, അധ്യാപകരായ അൽഫോൺസ വർക്കി, സിസ്റ്റർ സിജി ആന്റണി, ഷേർലി അഗസ്റ്റിൻ, മൈക്കിൾ പി ഓസിൻ, റെക്സി ടോം, ആൽവിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം ഓഗസ്റ്റ് 12, 13 തീയതികളിൽ മൂന്നാറിൽ നടത്തുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലങ്കര ജലാശയത്തിന് സമീപമുള്ള മലനിരകൾ ഉൾപ്പെടുന്ന പഞ്ചായത്തുകൾ ജാഗ്രത പുലർത്തണമെന്ന് ഗോഡ്സ് ഓൺ വാലി ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. പൈനാവ് ഗവൺമെന്റ് UP സ്കൂളിൽ ഇടുക്കി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത സെമിനാറും വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണവും നടന്നു. ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. NCC ദേശീയ തലത്തിൽ വർഷം തോറും സംഘടിപ്പിക്കുന്ന തൽ സൈനിക് ക്യാമ്പിലേക്കുള്ള കേരള ലക്ഷദ്വീപ് ടീമിനെ തിരഞ്ഞെടുക്കുവാനുള്ള സംസ്ഥാനതല ക്യാമ്പിന് തൊടുപുഴ ന്യൂമാൻ കോളേജ് വേദിയായി. ലൈഫ് കെയർ കമ്പനിയുടെ നേതൃത്വത്തിൽ ഡയബറ്റിക് റിവേഴ്സൽ ശാസ്ത്രീയ രീതിയെക്കുറിച്ച് ഓഗസ്റ്റ് 14 സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.